ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധി അല്ല, വെഞ്ഞാറമൂട്ടിലായിരുന്നു ടൗണിൽ. അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. അവിടെ വിറ്റാണ് ഇവിടോട്ട് താമസം മാറുന്നത്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരെ വീടുമായി സംസാരിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് സുഖമില്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മാതാവിനെ കണ്ടു. അപ്പോൾ ആ കുട്ടിയോട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയല്ല. ഞാൻ ആ കുട്ടിയുടെ ഉമ്മയുടെ വാപ്പയുമായി സംസാരിച്ചു. അപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അനിയനോട് ഞാൻ സംസാരിച്ചില്ല. നിങ്ങളാരൊക്കെ ഇവിടെ ചോദിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ ബന്ധങ്ങളുണ്ട് എന്നാണ്, ഈ കുട്ടിയും ഈ പയ്യനുമായി ബന്ധമുണ്ട് എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. അവരുടെ മാനസികാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായി അവരോട് ആ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെയാണ് അറിയുന്നതിൽ ഒരു പക്ഷേ ആദ്യം അറിയാത്ത സാഹചര്യം ഉണ്ടായി, പിന്നെ ഉണ്ടായി. അതെ, ഞാനത് ഇടപെടാനുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഈ വിവരം അറിഞ്ഞ് ആ വീട്ടിലേക്ക്, പേരുമല വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലൊന്ന് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ പോലീസ് വിട്ട് കാര്യങ്ങളൊന്നും പറയാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഗോകുലത്തിലേക്ക് പോകുന്നത്. ഗോകുലത്തിൽ ചെന്ന് ഈ 3 പേരെയും കാണുകയും ഈ കുട്ടിയെ ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. ആ കുട്ടി, അപ്പോൾ നമുക്ക് അവിടെ തന്നെ ജോലി ചെയ്യുന്നൊരു പയ്യൻ ഇതിനടുത്തുള്ള അവനും എന്നോടൊരു സംശയം ഇങ്ങനെ പ്രകടിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് ഇന്ന വീട്ടിലെ കുട്ടിയായിരിക്കും. അപ്പോൾ തന്നെ ഞാൻ ആ നിമിഷം തന്നെ അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് വിവരം പറയുകയും ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, അറിഞ്ഞിട്ടില്ല, നിങ്ങൾ രഹസ്യമായി ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് ഇവിടെ ഒരു അന്വേഷണം നടത്തിയാണ് കുട്ടി ഇവിടെ ഇല്ലെന്നും കുട്ടി ട്യൂഷൻ പഠിപ്പിക്കാൻ പോയതിനു ശേഷം വന്നിട്ടില്ല എന്നുമുള്ള വിവരം ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ കൃത്യമായ ഒരു ആ കുട്ടിയുടെ വിവരത്തെക്കുറിച്ച് അറിയുന്നത്. അതാണ് അതിനെ സംബന്ധിച്ച്. എന്തായാലും ഇതാണ് ഈ ബന്ധുക്കൾക്കും പ്രദേശവാസികൾക്കുമെല്ലാം പറയാനുള്ളത്. ഈ ബന്ധത്തെക്കുറിച്ച് പ്രദേശവാസികൾക്ക് പലർക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിലും വലിയ എതിർപ്പൊന്നും കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധു അല്പം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ ബന്ധം തുടർന്നു പോകുന്നതിനെതിരെ എതിർപ്പ് അത് ഈ ഫർസാനയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല, വീട്ടിലും ഉണ്ടായിരുന്നില്ല. അവർക്ക് അത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇനി ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ണോ പൂർണ്ണമായി ഇതിന് കാരണമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാകേണ്ടതുണ്ട്. അതെല്ലാം തുടർ അന്വേഷണത്തിൽ പോലീസിന് നിലവിൽ മൊഴി മാത്രമാണ് ഏറ്റവും സുപ്രധാനമായുള്ളത്. മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. അതെന്തായാലും വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും 5 കൊലകൾ, ഒരു മനസാക്ഷിയെ മരവിപ്പിക്കുന്ന 5 കൊലകൾ, അത് ഈ ഒരു വൈകിട്ട് സമയത്ത് നമ്മൾ ഈ വാർത്തകൾ എത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പോലും ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയായിരുന്നു. ഒന്നും അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് പോലും അറിയില്ല. ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് താൻ 6 പേരെ കൊന്നു എന്ന് പറയുന്നു. അതിനുശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ ആ മൊഴി വസ്തുതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് തന്നെ ഞെട്ടിപ്പോയിരിക്കുന്നു. അതിനുശേഷം ആറ്റിങ്ങൽ ഡിവൈഎസ്പി നേരിട്ടെത്തി ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയോടും ഇക്കാര്യങ്ങളെല്ലാം ഈ പ്രതി സമ്മതിച്ചു. താൻ 6 പേരെ കൊന്നു. എന്തായാലും 5 മരണം സംഭവിച്ചിരിക്കുന്നു. 5ഉം അതിൽ 4ഉം ഒരു കുടുംബത്തിലുള്ള 4 പേർ. ഒരാൾ ആ ചെറുപ്പക്കാരനെ വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കൂടി കൊന്നിരിക്കുന്നു. ഇനി ഇതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ബാഹ്യ സ്വാധീനം, ഈ മയക്കുമരുന്ന് പോലുള്ള മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വരും ദിവസങ്ങളിൽ വരും അന്വേഷണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ പുറത്തു വരേണ്ടതാണ്. തീർച്ചയായിട്ടും ഉമേഷ് പറഞ്ഞത് തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതികരിച്ച ഫർസാനയുടെ സമീപവാസിയായ ആൾ കൂടി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഈ ബന്ധത്തെ ആരും എതിർത്തിരുന്നില്ല, അത്തരത്തിൽ ആരും എതിർപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നത് മനസ്സിലായില്ല. ഇപ്പോൾ